ഇന്നലെ എന്നുള്ളൊരു പ്രശ്നമില്ല. നമ്മുടെ സ്ട്രെസ് എല്ലാം ഇന്നലെകളെ ഓർത്താണ്. കാലം. അതെ, ആങ്സൈറ്റി ഇല്ല. നാളെകളെ ഓർത്ത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും നാളെ എന്താവും, അടുത്ത കൊല്ലം എന്താവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഈ കാക്കയ്ക്കോ കിളികൾക്കോ ഒന്നും അടുത്ത കൊല്ലം വിളവുണ്ടാവുമോ, അടുത്ത സീസണിൽ മാങ്ങ പഴുത്ത് എനിക്ക് 2 മാങ്ങ കിട്ടുമോ എന്നൊന്നുള്ള യാതൊരുവിധ ചിന്തകളും ഈ ജീവികൾക്കില്ല. അവർ വളരെ മിനിമലിസ്റ്റായിട്ട് ലിവിങ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യത്തിലാണ് ആ ജീവികളെല്ലാം പല സന്ദർഭങ്ങളിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സന്തോഷത്തെ ഹനിക്കുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് വേണ്ട മോർ ടു ഹാപ്പിനെസ്. എന്തും അധികം കിട്ടിയാലേ സന്തോഷമുള്ളൂ. എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന ഒരു സാധനത്തിൽ നമുക്ക് സന്തോഷമില്ല. എല്ലാവരുടെയും കയ്യിൽ സാധാരണ ഫോൺ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഐഫോണിൻ്റെ ഏറ്റവും കൂടുതലാണെങ്കിലേ ഫോൺ കൊണ്ടുള്ള സന്തോഷം എനിക്കുള്ളൂ. മെറ്റീരിയലിസ്റ്റിക് ഫാക്ടേഴ്സിൽ അങ്ങനെയാണ്. ജീവികൾക്ക് അങ്ങനെ അധികത്തിൽ ഒരു സന്തോഷവുമില്ല. ആവശ്യത്തിന് കിട്ടിയാൽ അവൻ ഹാപ്പിയാണ്. എല്ലാ ജീവികളും കേട്ടോ, ഏതെങ്കിലും ഒരു ജീവി എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമ്മളീ പറഞ്ഞു വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വാലുള്ളപ്പോൾ തലയാടരുത് എന്ന ടൈറ്റിൽ പിന്നീട് ശ്രീകാന്ത് ഭായി ഇട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വാലില്ലാത്ത ചുരുക്കം ചില ജീവികളേ ഉള്ളൂ. അതിലൊന്നും മനുഷ്യനാണ്. പിന്നെ നിങ്ങളോട് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വാലില്ലാത്ത 2 ജീവിയെ കിട്ടണം എന്നില്ല. വാലില്ലാത്ത ജീവികൾ ഗിനിപ്പന്നി ഉണ്ടെന്ന് തോന്നുന്നു, ആൾക്കുരങ്ങ് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ജീവികളെ വാലില്ലാത്തുള്ളൂ. അപ്പം ഈ വാലില്ലാതെ തലയാടരുതെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളോടൊപ്പം നമ്മുടെ സഹജീവികളായി നിൽക്കുന്ന ഈ ജീവികളെ എല്ലാം വളരെ കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പരിപാടികൾ പരിശോധിച്ചാൽ, വളരെ ബേസിക് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്നതും വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തതും വലിയ ഈഗോ ഇല്ലാത്തതും ഒന്നും മറ്റൊന്നാവാൻ. നമുക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഞാൻ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു കഴുതയും കടുവയാവാൻ ശ്രമിക്കുന്നില്ല. കഴുതയായാൽ മതി, കഴുതയേ ആകൂ. ജനറ്റിക്സിൽ എഴുതി വെച്ചിട്ടുള്ള, ഇപ്പോൾ തൂക്കണാങ്കുരുവിക്ക് കൂടുണ്ടാക്കാൻ എല്ലാ തൂക്കണാങ്കുരുവിക്കും അറിയാം. ജനറ്റിക്സിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ര കോമ്പറ്റീറ്റീവായ വേൾഡിലല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ പലപ്പോഴും കുറഞ്ഞു പോകുമ്പോൾ, ഇന്നലെ പോലും നമ്മൾ അതിദാരുണമായ വാർത്തകൾ നമ്മുടെ നാട്ടിൽ കേൾക്കുമ്പോൾ നമ്മൾ ചെറുതായി ഇഗ്നോർ ചെയ്യുന്ന, നമ്മളൊന്ന് കണ്ണടച്ച് വിടുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഇവരുടെ ജീവിതം നമുക്ക് വളരെ ഇൻഫർമേറ്റീവാണ്, എൻഗേജിങ് ആണ്, സന്തോഷം തരുന്നതാണ്.